സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. സോ നമ്മളിപ്പം എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങൾ അറിഞ്ഞു. കല്യാണത്തിന് നിങ്ങൾ എന്തായിരുന്നു ഇട്ടത്? കല്യാണം ഒരു പ്രോപ്പർ ക്രിസ്ത്യൻ വെഡിങ് അല്ലേ? ഓക്കെ. അപ്പോൾ കല്യാണം ഞങ്ങൾ കുറച്ച് ഒരു വെസ്റ്റേൺ ടച്ചാണ് ഞങ്ങൾ ഡ്രസ്സ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. കൂടുതലും നോർത്തിലെല്ലാം കാണാൻ പറ്റും ഈ ഒരു പിന്നെ ബാക്ക്ലെസ് ഗൗൺ അല്ല, ഗൗൺ ഒരു ബാക്ക്ലെസ് പോലത്തെ അതാ ഞങ്ങൾ പ്രിഫറൻസ് ഉണ്ടായിരുന്നു. സോ ലൈക്ക് ഡ്രസ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തത് ഇറ്റ് വാസ് ആ ഫ്രണ്ട് ഡ്രേപ്പ് ടെയിൽസ് ക്രിയേഷൻസ് ആണ്. ഡ്രേപ്പ് ടെയിൽസ് കുരവങ്കോണമാണ് പ്രോപ്പർ അതിന്റെ പ്ലേസ്. ആൻഡ് ഡ്രേപ്പ് ടെയിൽസിന്റെ ക്രിയേറ്റീവ് ഹെഡ് ഇസ് എൽസ എബ്രഹാം. എൽസ എബ്രഹാം ഇസ് ആ ഗുഡ് ഫ്രണ്ട്. ഷീ വാസ് വർക്കിംഗ് വിത്ത് ഇവൈ കുറച്ച് നാൾ മുന്നേ വരെ. ആൻഡ് ആൾക്ക് ഇവയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഷി വാസ് ഡിസൈനിങ് ഒക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആൻഡ് ഒരു പാഷൻ ആയിരുന്നു. ലൈക്ക് എൽസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയാനുണ്ട് സീരിയസ്ലി. ബിക്കോസ് ആൻഡ് കുറച്ച് കഴിഞ്ഞ് വെൻ ഷീ ഹാഡ് എ ബേബി കുറച്ച് കഴിഞ്ഞിട്ട് ഷീ മൂവ്ഡ് ഔട്ട്. ഷീ തോട്ട് ഡ്രീം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഷീ സ്റ്റാർട്ട് ദിസ് ബുട്ടീക്ക്, ഡ്രേപ്പ് ടെയിൽസ് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ബിക്കോസ് വി ട്രസ്റ്റഡ് ഹർ. ഷീ വാസ് ലൈക്ക് അറിയാം, ലൈക്ക് കണ്ടിട്ടുണ്ട് ഒത്തിരി ഡിസൈൻസും കാര്യങ്ങളും. ആൻഡ് ഷീ ഈസ് ഓപ്ഷൻ പേഴ്സൺ ടു ബി വിത്ത്. ഭയങ്കര കംഫർട്ടബിൾ പേഴ്സൺ ആണ്. സോ വി തോട്ട് എൽസ അബ്രഹാം നമ്മുടെ വർക്ക് കൊണ്ടിരിക്കുന്നതായിരുന്നു. ആൻഡ് പെട്ടെന്നായിരുന്നു പുള്ളിക്കാരി ഒരു ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. ഡിസൈൻ ചെയ്യണം. ഒരു ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഒരു കൊച്ചൊക്കെ ആയപ്പോഴത്തേനും പുള്ളിക്കാരത്തി മെല്ലെ ഞങ്ങളെപ്പോലെ തന്നെ ഒരു ജോലി കളഞ്ഞിട്ട് ഒരു ഓൺടർപ്രണറായി മാറി. ആൻഡ് ഇപ്പോൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് പുള്ളിക്കാരത്തി തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ വെഡിങ്ങിന്റെ ഗൗൺ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്ക്ലെസ് ഗൗൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് വൈറ്റ് നെക്സും ബാക്ക്ലെസ് നെക്സ് ദാറ്റ് വാസ് ലൈക്ക് കൈൻഡ് ഓഫ് ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്, എസ്പെഷ്യലി വൈറ്റ് നെക്സ് ഒക്കെ. അപ്പോൾ തോട്ട് ദാറ്റ് ബാക്ക്ലെസ് തന്നെ പോവാം. അങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ട് വി വെൻ ഫോർ ഡിസ്കഷൻ. ഗൗൺ അങ്ങനെയായിരുന്നു. ഗൗണിൽ പക്ഷേ ഒത്തിരി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് 1 hour ഇൻ ദ ചർച്ച്. സോ ഒത്തിരി സ്പെൻഡ് ചെയ്യേണ്ട. ബട്ട് ദിസ് ഇസ് സംതിങ് സ്പെസിഫിക്കലി വോട്ട് ഐ വോണ്ടഡ് എ ഫുൾ ഹാൻഡ് നെറ്റ് കവേർഡ് ആൻഡ് വെയിൽ കവേർഡ് ആയിരിക്കണം. ആൻഡ് ദിസ് ബാക്ക്ലെസ് അത്രേ എനിക്ക് മനസ്സിലുണ്ടായുള്ളൂ. റെസ്റ്റ് ഞാൻ എൽസയുടെ അടുത്ത് ഡിസ്കസ് ചെയ്തു എവറിത്തിങ്. പിന്നെ ഡിസ്കഷൻസ് ഒക്കെ വന്ന് ആയപ്പം വി തോട്ട് ഫുൾ ബാക്ക്ലെസ് പോയി കഴിഞ്ഞാൽ പള്ളിയിലെ കേരള ചേർച്ചാണ്. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി കുറച്ച് പ്രശ്നമായിരിക്കും. സോ വി തോട്ട് ബാക്ക്ലെസ് തന്നെ ബട്ട് നെറ്റ് കവേർഡ് ആയിരുന്നു കംപ്ലീറ്റ്ലി. ബട്ട് ദാറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു ബാക്ക്ലെസ്സിനേക്കാൾ that looked more elegant on any bride I can tell, but I was a bride. But that was beautiful creation by Elsa. Full net ആയിരുന്നു till hand and my back till hip. It was net on the back side. And താഴേക്ക് it was just flowing round and it had a long tail. And ഒരു long veil തന്നെ വെച്ചു. It was like tailന്റെ അത്രയും തന്നെ വരുന്നൊരു veil വെച്ചു. And it was double layered so that I can cover my face till I enter the church.
അതർ ആസ്പെക്ട് ഓഫ് കോഴ്സ് വീഡിയോഗ്രഫി ഫോട്ടോഗ്രഫി ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത് ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ? ഇവൻ ഞങ്ങളുടെ പിന്നെ വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി ഭയങ്കര ഒരു പിന്നെ നിർബന്ധമായിരുന്നു, ബെസ്റ്റ് വേണമെന്ന്. അങ്ങനെ കുറേ ഞങ്ങൾ തപ്പി. ആൻഡ് എൻ്റെ ഒരു ന്യൂസിലാൻഡ് ബേസ്ഡ് ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ്റെ കല്യാണം ട്രിവാൻഡ്രം വെച്ചിട്ടായിരുന്നു. അത് ചെയ്തത് വിഖ്യാത മീഡിയ എന്ന് പറയും. സോ ദേ ആർ ബേസ്ഡ് ഇൻ കവടിയാർ. അപ്പോൾ ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് തപ്പിയപ്പോൾ ഇത് വിഖ്യാത വീട് നടത്തുന്ന കിരൺ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ കിരണും വൈഫും ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു പണ്ട്. അപ്പോൾ അവരുടെയും പാഷൻ ഫോട്ടോഗ്രാഫി ആയിരുന്നു. അപ്പോൾ അവർ ആ വർക്ക് വിട്ടിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ വി തോട്ട് അത്രയും പാഷൻ ആകുമ്പോൾ റിസൾട്ട് വുഡ് ബി ഗുഡ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കല്യാണവും എൻഗേജ്മെന്റും പെണ്ണിന്റെയും എന്റെയും എല്ലാം വിഖ്യാതിന് ഏൽപ്പിച്ചു. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഒരു കല്യാണ ഫോട്ടോഗ്രാഫി, ഒരു വെഡിങ് ഷൂട്ട് ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? നമ്മൾ ഇപ്പോൾ വെഡിങ്സിനൊക്കെ പോകുമ്പം കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ വെഡിങ്ങിന് കാണുമ്പോൾ അവർ നിന്ന് അഭിനയിക്കുന്നതും എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പം വി തോട്ട് കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നിന്ന് അഭിനയിക്കുന്നൊക്കെ പറഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കുന്നു. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. അവരുടെ കൂടെ ഓൾ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിട്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ് ഫോട്ടോഗ്രാഫി. അത് കഴിഞ്ഞ് അവരുടെ പിക്സ് കുറച്ച് ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോഴും ഓസം പിക്സ്. ലൈക്ക് ഞങ്ങൾ FB ലൈക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ആണ് ലിറ്ററലി, ഹു ഗെറ്റ്സ് ദ മോസ്റ്റ് ലൈക്സ് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ തന്നെ മുന്നിൽ നിൽക്കുന്നു. ഇപ്പൊ പെണ്ണുങ്ങൾ മാത്രമല്ല മേക്കപ്പും ഗ്രൂമിങ്ങും ഒക്കെ ചെയ്യുന്നത്. നിഹാൽ എന്തെങ്കിലും ചെയ്തു? റിസപ്ഷന് വേണ്ടി പിന്നെ എൻഗേജ്മെന്റിന് വേണ്ടി ഞാൻ ചെയ്തില്ല, കാരണം ഞാൻ ഓൾറെഡി സുന്ദരനായതുകൊണ്ട് ചെയ്തില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ ഞാൻ ചെയ്തു, അത് അമ്പിയപ്പള്ളിയിൽ തന്നെ ഞാൻ ചെയ്തത്. എൻഗേജ്മെന്റിന് വേണ്ടി കണ്ടപ്പം എല്ലാം തോന്നി കുറച്ച് ചെയ്യാറ്. കല്യാണം കഴിയുമ്പോൾ ക്ഷീണിച്ചു പോയായിരുന്നു. ഫുൾ ഫോട്ടോ എല്ലാം നടന്ന്, പിന്നെ ഈ കല്യാണം ഫുള്ള് നടത്തിയതും ഓടാനും എല്ലാം ഞാൻ തന്നെയായിരുന്നു. അത് വീട്ടിൽ നിന്നുള്ള ഒരു ഇതായിരുന്നു. വെറും ഡാഡി മമ്മിയും അവിടെ അഹമ്മദാബാദിലാണ്. ആൻഡ് അവർ ലീവ് എപ്പോഴും കിട്ടത്തില്ല. നാട്ടിൽ ഞാൻ ഉള്ളതുകൊണ്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് നോക്കിയെടുത്ത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ടു ബി വെരി ഫ്രാങ്ക്, ഒരു 45 years വരെ വർക്ക് ചെയ്യാനാണ് എൻ്റെയും ആദ്യത്തെയും പ്ലാൻ. അത് കഴിഞ്ഞൊരു ബിസിനസ് എന്നുള്ള ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഓൾറെഡി ഒരു സംഭവം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സംഭവം ഒരു ഇവന്റ് മാനേജ്മെന്റ് ഫേമും കൂടെ. കാരണം ഈ ഒരു കല്യാണം അത്രയും കോണ്ടാക്ട്സ് ഉണ്ടാക്കി തന്നു ട്രിവാൻഡ്രത്ത്. ആൻഡ് ലിറ്ററലി ഒരു ബിഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഒരു സ്മോൾ പ്ലാൻ ആണ് ഈ ഇവന്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ റിസപ്ഷൻ പിന്നെ ഇവന്റ് നടത്തിയത് മാരിറ്റസ് ഇവന്റ് മാനേജ്മെന്റ് ആണ്, ഫ്രം ട്രിവാൻഡ്രം ബേസ്. അപ്പോൾ അവർ ഫുൾ ലൈറ്റിംഗ്സും കാര്യങ്ങളും ഡെക്കറേഷൻസും ഫുൾ അവർ നോക്കി നടത്തി. പിന്നെ ഞങ്ങളുടെ ഒരു ഇതായിരുന്നു, ഒരു ക്ലോസ്ഡ് ഫോറം വേണ്ട, ഒരു ഓപ്പൺ ഫോറം ആയിരിക്കണം. ആൻഡ് ചെറിയൊരു DJ ഒക്കെ ഞങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ലൈവ് മ്യൂസിക് എല്ലാം. അപ്പോൾ അതിനെല്ലാം ഒരു വലിയൊരു സ്റ്റേജ് എനിക്ക് വേണം, നല്ലൊരു ആംബിയൻസ് എനിക്ക് വേണമായിരുന്നു. ആൻഡ് ഗോൾഫ് പാർക്കായിരുന്നു, പിന്നെ ട്രിവാൻഡ്രം ഗോൾഫ് ക്ലബ് ആയിരുന്നു ആകെപ്പാട്ടൊരു ഓപ്ഷൻ ട്രിവാൻഡ്രത്തുള്ള. ആൻഡ് അത് നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്ത്, ആൻഡ് അത് മാറ്റസിനെ അവിടെ എത്തിച്ചു.
എന്തായിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ഫാക്ടർ എന്തായിരുന്നു? കാരണം ഓൾമോസ്റ്റ് എവറിത്തിങ് തന്നെ ചെയ്യേണ്ട വന്നു അല്ലേ? മതബാധിയിൽ നിന്ന് എപ്പോഴും വരാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഏറ്റവും ഈ ഒരു ഹോൾ ഓർഗനൈസിംഗിൽ ഏറ്റവും കഷ്ടപ്പെട്ട ഒരു ആസ്പെക്ട് എന്തായിപ്പോയി? കാറ്ററിംഗ് ആയിരുന്നു. കാരണം പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം, എനിക്കിഷ്ടമുള്ള സംഭവം അവിടെ സെർവ് ചെയ്യാനായിരുന്നു. അപ്പോൾ ലേറ്റർ ഓൺ ഐ കെയിം ടു നോ ദാറ്റ് പല പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നത്, അപ്പോൾ അവരുടെ സ്ഥലത്തുള്ള ഡിഷും പരിഗണിക്കണം എന്നുള്ള ഒരു ഫാക്റ്റായിരുന്നു. ഇപ്പോൾ അങ്കമാലി എന്നാണെങ്കിൽ അവിടെ റുമാലി റൊട്ടി എല്ലാം ഫേമസ് ആണ്. അപ്പോൾ അത് എനിക്ക് ഇവിടെ കൊണ്ടുവരണം, കാരണം അവിടുത്തെ ഗസ്റ്റിനെ ഹാപ്പി ആക്കണം. അപ്പോൾ പിന്നെ ഞാൻ കേറ്ററിംഗ് കുറേ ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, ഒരു 5-6 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആദ്യം ഒരാളെ ബുക്ക് ചെയ്യും, പിന്നെ വിളിച്ചു പറയും വേണ്ട, പിന്നെ അടുത്ത് ബുക്ക് ചെയ്യും വേണ്ടെന്ന് പറയും. അതായത് ബുക്ക് ചെയ്യും, പിന്നെ അവരുടെ ഫുഡ് പോയി കഴിക്കും, പിന്നെ വേണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ പിന്നെ അങ്ങനെ ലാസ്റ്റ് ഞാൻ ബ്ലോക്ക് ചെയ്ത ടീമായിരുന്നു ഹാർവെസ്റ്റ്. അപ്പോൾ ഹാർവെസ്റ്റ് കാറ്ററിംഗ് അത്യാവശ്യം ഒരു ക്രിസ്ത്യൻ വെഡിങ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്ത വെഡിങ്സ് ഇതിനു മുമ്പും ഞാനും അപ്പോൾ അവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് അവരായിരുന്നു ഞങ്ങളുടെ കല്യാണം ഹോസ്റ്റ് ചെയ്തത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പ് ഒക്കെ പോയി എത്തിയതേ ഉള്ളൂ അല്ലേ? എങ്ങോട്ടേക്കായിരുന്നു? ഞങ്ങള് പിന്നെ മാൽഡീവ്സ് ആയിരുന്നു ഞങ്ങളുടെ ഹണിമൂൺ. ആൻഡ് അവിടെ ഒരു 3 days ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ വിരുന്നായിരുന്നു പിന്നെ കൂടുതലും. പിന്നെ എല്ലാ നാട്ടിലും പോയി വിരുന്ന് കഴിച്ചിട്ട് വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഏതായാലും കല്യാണം നടന്നു ഭംഗിയായിട്ട്. ഇപ്പം ലുക്കിംഗ് ബാക്ക്, അന്നത്തെ ആ ഒരു ദിവസം അങ്ങ് പെട്ടെന്ന് പോയില്ലേ, ഒരുപാട് പ്ലാനിങ് ചെയ്തു, പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇപ്പോൾ? നടന്നു തോന്നുന്നു എല്ലാം കൂടെ. ഓക്കെ. മൊമെന്റ് അന്നത്തെ ആ ഒരു ദിവസത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ഏറ്റവും ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും ഒരു ഐദർ ഫണി ഓർ അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു അന്നത്തെ ഒരു മൊമെന്റ് ഒന്ന് റീകലക്ട് ചെയ്യാമോ? ഞങ്ങളുടെ ഒരു പിന്നെ വെഡിങ് റിസപ്ഷൻ മോസ്റ്റ്ലി ഫോക്കസിങ് ഓൺ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. കാരണം ട്രിവാൻഡ്രം വെച്ച് നടക്കുന്നതുകൊണ്ട് ഇവളുടെ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ മമ്മിയുടെ സ്ഥലം പാലക്കാടാണ്. അപ്പോൾ അവിടുന്ന് ആൾക്കാർക്ക് വരാൻ എല്ലാവരും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ EYന്ന് കുറേ കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ DJ ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പോൾ DJയിൽ ഞങ്ങൾ ലാസ്റ്റ് ഡാൻസ് കളിക്കുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് എല്ലാ കപ്പിൾസും വന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് പോവാം. അപ്പോൾ അതിനകത്ത് അതൊരു റിയലി ഫൺ. ഞങ്ങളും ഡാൻസ് ചെയ്ത് കളിച്ചു. ആരതി നന്നായിട്ട് കളിക്കും. ആരതിക്ക് അന്ന് എവിടുന്ന അത്രയും എനർജി ഒന്നും അറിയത്തില്ല. ത്രൂ ഔട്ട് ദ ഫംഗ്ഷൻ കളിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു. ഈ പറയുന്ന ആളും ഡാൻസിലോട്ട് മോശമൊന്നുമല്ല. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു കുറെ സ്റ്റെപ്പ് ഒക്കെ കണ്ടിട്ട്. ഞാൻ പണ്ടത്തെ കുറച്ച് മൂവീസ് ഉണ്ടല്ലോ, മറ്റേ അമിതാഭ് ബച്ചൻ മൂവീസ് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു എന്റെ സ്റ്റെപ്സ്. റിയലി മെമ്മറബിൾ. ലൈക്ക് സ്പെഷ്യലി കപ്പിൾസ് ഓരോരുത്തർ വന്ന കപ്പിൾസ് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അപ്പം അവർ ഓരോരുത്തർ വന്ന് കളിക്കാൻ ഇറ്റ് വാസ് മൈ ബ്രദേഴ്സ് ആൻഡ് നാത്തൂനും ഉണ്ടായിരുന്നു. അപ്പം അവര് വന്ന് കളിക്കാൻ റീസെന്റ് മാരീഡ് ആണ്. അപ്പം അതൊരു സ്പെഷ്യൽ. അവരുടെയും Jan 4 വെഡിങ്, ഞങ്ങളുടെ Jan 8 ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമല്ല.
ഏതായാലും നിങ്ങൾ അടിച്ചു പൊളിച്ചു അല്ലേ, ഹാപ്പി ആയിട്ടുള്ള ഒരു കപ്പിളാണ്. നിങ്ങൾക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് ഞങ്ങളുടെ വക. എന്താ അടിപൊളി. Nice. താങ്ക് യു നല്ല രസമുണ്ട് കേട്ടോ. Thank you. ഫോട്ടോയിലാണെങ്കിലും നേരിട്ട് Thank you, കാണാനാണെങ്കിലും. thank So you. anyway, happy married life to Thank both you. of you. താങ്ക് യു സോ മച്ച്. യെസ്. സോ നമ്മുടെ കപ്പിളിനെ മീറ്റ് ചെയ്തല്ലോ, നെഹാൽ ആൻഡ് ആർത്തി. ശരിക്കും ഒരു ഫൺ ലവിങ്, വളരെ ഹാപ്പി ആയിട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളാണ്. വിഷിംഗ് ദം ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫോർ എ വെരി ഹാപ്പി മാരിഡ് ലൈഫ് അഹെഡ്. മറ്റൊരു കപ്പിളിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ.